നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് എനിക്ക് പറയാൻ ഞാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ വിഷയത്തെക്കുറിച്ചാണ്. അതിന് മുമ്പ് ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ എൻ്റെ വീഡിയോയിലും അല്ല എൻ്റെ പേജിൽ കൂടി പറയുന്നത് എനിക്ക് പറയാൻ അറിയാവുന്ന, അത് അങ്ങനെ തന്നെ പറയണം. ചില ടെക്നിക്കൽ കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അറിയാൻ മേലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് വെറുതെ വഷളാക്കി ഈ എൻ്റെ വീഡിയോസ് കാണുന്നവരെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിർത്തേണ്ട അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനിൽ എത്തിക്കേണ്ട കാര്യമൊന്നും ഞാനില്ല. അപ്പം എനിക്കറിയാവുന്ന, ഞാൻ അത്ര വലിയ അറിവുള്ള ആളൊന്നുമല്ല. അപ്പം എൻ്റെ അറിവിൽ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതറിയാത്ത കാര്യങ്ങൾ ഞാൻ കുറച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്തും അല്ലെങ്കിൽ ഒക്കെയാണ് വീഡിയോസൊക്കെ സെർച്ച് ചെയ്ത് അറിഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ കള്ളത്തരമൊന്നും, എൻ്റെ അറിവിൽ കള്ളത്തരങ്ങളൊന്നും ഞാൻ പറയാറില്ല. അപ്പം ചിലർ വന്നിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് ഇതുപോലെയാണ് വീഡിയോ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്. പക്ഷേ ഞാനാണ് അത് മനസ്സിലാക്കുക ആദ്യം. എനിക്ക് മറ്റൊരാളായിട്ട് തീരാനോ അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യുന്ന പോലെ അവരുടെ ചെയ്യുന്ന പോലെ സബ്ജക്റ്റ് എടുത്ത് ചെയ്യാനോ എനിക്ക് സമയപരിമിതികളുണ്ട്. എൻ്റെ താല്പര്യങ്ങൾ വേറെയാണ്, ഞാൻ വേറൊരാളാണ്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളെൻ്റെ വീഡിയോ ചെയ്യാൻ, കാണാൻ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് മാന്യമായ കമൻറ്റ് ഇടാം. മോശമായ കമൻറ്റ് ഇടുന്നവർക്ക് അതിലും മോശമായ കമൻറ്റ് ഞാൻ തിരിച്ചിടുകയും ചെയ്യും. അതിനകത്ത് സംശയമൊന്നും വേണ്ട. പിന്നെ തീരെ സഹിക്കാൻ വയ്യാതെ വരുന്നു എന്ന് കാണുകയാണെങ്കിൽ ഞാൻ ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കുകയും ചെയ്യും. അതിനകത്തും സംശയമൊന്നും വേണ്ട. അപ്പം എനിക്ക് പ്രതികരിക്കാൻ അറിയാൻ പറ്റുന്ന, എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുന്നതൊക്കെ ഞാൻ എടുക്കാറുള്ളൂ. അതിൽ കൂടിയ കാര്യങ്ങളൊന്നും ഞാൻ എടുക്കാറില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എൻ്റെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതുമാണ് ഞാൻ. എനിക്കിപ്പം ഫേസ്ബുക്ക് കാശ് തരുന്നതുകൊണ്ട് ഫേസ്ബുക്ക് എൻ്റെ നിന്ന് കാശ് മേടിച്ചിട്ട് എനിക്ക് ജീവിക്കാൻ വഴിയുള്ളൂ, അങ്ങനെയൊന്നും ആരും ചിന്തിക്കുകയും വേണ്ട. ഫേസ്ബുക്ക് എനിക്ക് കാശ് തന്നില്ലെങ്കിലും ഞാൻ ഈ വീഡിയോ ചെയ്യും. ആൾക്കാർ കാണാൻ കുറച്ച് പേരെങ്കിലും, ഒരാളെങ്കിലും എൻ്റെ വീഡിയോ കാണാനുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുകയും ചെയ്യും. അതെനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അതെന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്കൊരു ഈ ന്യൂസ് ലീഡറൊക്കെ ആവാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതൊന്നും നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഫോക്കസ്ഡ് ആയിട്ട് പോകാത്തതുകൊണ്ട് ആകാൻ പറ്റിയില്ല എന്നേ ഉള്ളൂ. അല്ലാതെ നമുക്കതൊന്നും വലിയ എത്തിപ്പെടാൻ പറ്റാത്ത കടമ്പയാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഫോക്കസ്ഡ് അല്ലായിരുന്നു, ഞാൻ അതിനകത്ത് ഫോക്കസ്ഡ് അല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആവാൻ പറ്റില്ല. പക്ഷേ ഇപ്പം എനിക്ക് ഈ രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് എൻ്റെ സമയത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഞാൻ ഇതിൽ സ്വതന്ത്രമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആരും എന്നെ ഇങ്ങോട്ട് ഉപദേശിക്കാൻ വരണ്ട, നീ ഇതിനെ നോക്കി ഇത് പോലെ ചെയ്യാൻ നോക്കൂ. അതുപോലെ എനിക്ക് എൻ്റെതായ പരിമിതികളുണ്ട്, അതനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി, ഒരാളുടെ കവലപ്രസംഗം കാണാനിടയായി. അപ്പം കഴിഞ്ഞ ദിവസം കുറേ കുട്ടികളുടെ ഈ പ്രകടനങ്ങൾ കാണാനിടയായി. ഇങ്ങനെയൊക്കെ കുറേ ഇടയായപ്പോൾ എനിക്ക് മനസ്സിലാവാൻ സാധിച്ചത്, കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം ശ്രദ്ധയിൽപ്പെട്ടാണ് പിണറായി വിജയൻ്റെ വീട്ടിൽ വി.ഡി. സതീശൻ ചെന്നപ്പോൾ, നമ്മുടെ മുഖ്യമന്ത്രി ചെന്നപ്പോൾ ചെറുമകനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എവിടെയാണ് പഠിക്കുന്നത്? സർവോദയയിലാണ്, നാലാഞ്ചിറയിലുള്ള സർവോദയയിലാണ് പഠിക്കുന്നത് എന്ന് പറയുന്നു. CBSE അല്ലേ? അതെ, CBSE ആണ്. അത് കേൾക്കുന്ന മലയാളികൾ അല്ലേ, സാധാരണ ഇവർ പറയുന്ന കേട്ട്, ശിവൻകുട്ടിച്ചേട്ടനൊക്കെ പറയുന്ന കേട്ട് സാധാരണ നമ്മുടെ ഗവൺമെൻറ് സ്കൂളിൽ വിട്ട മലയാളികൾ ഒന്ന് ചിന്തിക്കും. ഇതിനകത്ത് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്കൊരു എൻ്റെ ഒരു ഇത് ഞാൻ പറയാം, ഒരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ നാട്ടിലൊരു ചെറിയ LP സ്കൂളുണ്ട്, ഒരു സാധാരണ ഒരു ഗവൺമെൻറ് സ്കൂള്, ഒരു LP സ്കൂളുണ്ട്. അവിടുത്തെ നാട്ടിലെ ഒരു പഞ്ചായത്ത് മെമ്പർ കുട്ടികളെ ചേർക്കാൻ വേണ്ടിയിട്ട് ഓരോ വീട്ടിലും ചെന്ന് ആ പ്രായത്തിലുള്ള കുട്ടികളെ ചേർക്കാൻ വേണ്ടിയിട്ട് അവരോട് പറഞ്ഞ് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ ആ ആളോട് ആ ഒരു വീട്ടിൽ ചെന്നപ്പോൾ കൈ ചൂണ്ടി അവിടുത്തെ വീട്ടമ്മ ചോദിച്ചത് നിങ്ങളുടെ കുട്ടി എവിടെയാണ് പഠിക്കുന്നതെന്നാണ്. അതോടുകൂടി അദ്ദേഹം അങ്ങനെ ഒരു ക്യാമ്പയിനിങ് പുള്ളി വേണ്ടെന്ന് വെച്ചു. കാരണം നമ്മുടെ പിള്ളേർ ഗവൺമെൻറ് സ്കൂളിൽ ചെന്ന് പഠിക്കുമ്പോഴല്ലേ നമുക്ക് അവരോട് ഗവൺമെൻറ് സ്കൂളിൽ വിടുമെന്ന് പറയാനുള്ള ഒരു ബോധം അത് അത്രയെങ്കിലും മനസ്സിൽ തോന്നണം അല്ലേ? അപ്പോൾ നാട്ടിലെ കുട്ടികളെ എല്ലാം ഗവൺമെൻറ് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണം എന്ന് പറയുന്നവർ സ്വന്തം മക്കളെ എന്തുകൊണ്ട് വിടുന്നില്ല എന്നൊരു ചോദ്യം അവിടെ വരും. അതിനകത്ത് എനിക്ക് ഒരു ഉദാഹരണം കൂടെ പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഇൻ്റർവ്യൂ, റഹീമിൻ്റെ ഇൻ്റർവ്യൂ ആണ് ഞാൻ കണ്ടത്. അദ്ദേഹത്തിൻ്റെ വൈഫും കൂടി ഇരുന്നൊരു ഏകദേശം 1 മണിക്കൂറുള്ള ഒരു ഇൻ്റർവ്യൂ. അത് ഞാൻ മുഴുവനായിട്ടും കണ്ടു. അപ്പം വളരെ വ്യക്തമായിട്ട് കുട്ടികളെക്കുറിച്ച് അവർക്ക് ധാരണയുണ്ട്. അവരുടെ കുട്ടികളുടെ പഠിത്തത്തെക്കുറിച്ചും അവരുടെ കാര്യങ്ങളെക്കുറിച്ചും അവരൊരു ഒരു വീഡിയോ നിറച്ചും അവരെ എനിക്ക് തോന്നുന്നു ഒരുപാട് തവണ അവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് വളരെ ലാളിത്യത്തോട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നുണ്ട്. വളരെ അല്ലേ, നമുക്കത് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെയാണ്. അതുപോലെയുള്ള ഓരോ കുഞ്ഞുങ്ങളാണ് ഈ തെരുവിലിറങ്ങി നിങ്ങൾ പറയുന്നത് കേട്ട് അടികൊള്ളാൻ ഇറങ്ങുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായോ? അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, AKG സെൻറ്ററിൻ്റെ മുമ്പിൽ കൂടി ഞങ്ങൾ എപ്പോഴും കുഞ്ഞുങ്ങളുമായി പോകുമ്പോൾ ഞങ്ങൾ അവരോട് പറയാറുണ്ട്, ഞങ്ങൾ രണ്ടുപേരും, അതായത് ഞാനും എൻ്റെ വൈഫും അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡും ഞങ്ങളില്ലാത്ത സമയത്ത് എന്തെങ്കിലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നിയാൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം കയറി ചെല്ലാവുന്ന ഒരു സ്ഥലമാണ് AKG സെൻറ്റർ എന്ന്. ഇത് ആ ഇൻ്റർവ്യൂവിൽ ഉടനീളം പലതവണ പറയുന്നത് ഞാൻ കേട്ടു. അപ്പം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഞങ്ങൾ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് അങ്ങോട്ട് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നില്ല, പോകരുത്.
എന്നൊരു താക്കീതും കൂടി അതിനകത്തുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതായത് എൻ്റെ മക്കളാരും ഈ പരിപാടിക്ക് ഇറങ്ങണ്ട. വല്ലോൻ്റെ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണല്ലോ. ഇത് ഞാൻ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ കേട്ടിട്ടാണ് ഞാനിത് പറയുന്നത്. കഴിഞ്ഞ ദിവസം റോജി എം ജോൺ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കുന്നതാണ്. അദ്ദേഹം നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ മുഴുവൻ ഞാൻ കണ്ടു. വളരെ വിഷനുള്ള ആളാണ്. വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളാണെന്ന് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി കേട്ടോ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ വീഡിയോ. അപ്പോൾ പുള്ളി പറയുന്നത് ഞാനൊക്കെ ഈ കോളേജ് രാഷ്ട്രീയം വഴിയാണ് ഇത്രയും അങ്ങനെ ഒരു രാഷ്ട്രീയം അന്ന് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാനൊന്നും ഇവിടെ എത്തില്ലായിരുന്നു. എൻ്റെ പേരൻസ് എല്ലാം അതിനെതിരായിരുന്നു. ഞാൻ ഇലക്ഷൻ നിന്ന പോലും പറഞ്ഞില്ല, ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ കാലയളവിൽ പറയുന്നുണ്ട്. സാധാരണ ഒരു കോളേജിലെ ഈ താല്പര്യമുള്ളവർ, ഈ ഓരോ കാര്യത്തിൽ ഇപ്പോൾ കലയിലും നമ്മുടെ ഡാൻസിലും പാട്ടിലും ഒക്കെ താല്പര്യമുള്ളവർ, രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ളവർ മാത്രമേ അതിന് പോകാറുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ വല്ല സമരമൊക്കെ വരുമ്പം എല്ലാവരും ക്ലാസ്സിലുള്ള കൂട്ടുകാരെ എല്ലാം പിടിച്ച് നടത്താണ് ഇവർ സമരങ്ങളൊക്കെ സംഘടിപ്പിക്കാറ്. അതൊക്കെ നമ്മൾ കോളേജ് പഠിക്കുമ്പോൾ കാണുന്ന കാര്യമാണ്. അല്ലാതെ എല്ലാം പാർട്ടിക്കാർ തന്നെയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ AF ഒരു പാർട്ടി, ഏതൊരു പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിയിൽ ആകെപ്പാടെ ഞങ്ങളുടെ കോളേജിൽ ഒരാളേ ഉള്ളൂ, അതിനകത്ത് മെമ്പറും എല്ലാമായിട്ട്. പക്ഷേ അന്നത്തെ ദിവസത്തെ സമരത്തിന് ആ കോളേജിലുള്ള സകലമാന പിള്ളേർ ഇറങ്ങുമെന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ പിള്ളേർ വരുന്ന ആ ഒരു സമരത്തിനായിരിക്കും. ഞങ്ങൾ എപ്പോഴും കളിയാക്കി പറയാറുമുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എനിക്ക് റോജി എം ജോണോടാണ് ഈ അഭിമന്യുവിനെ കൊന്നതുപോലുള്ള, അല്ല പെരിയ ഇരട്ടക്കൊലക്കേസ്, സിദ്ധാർത്ഥിൻ്റെ കൊലപാതകം, അങ്ങനെ ഒരുപാട് കൊലപാതകങ്ങൾ എനിക്കറിയാവുന്നതോ നിങ്ങൾക്കറിയാവുന്നതുമായി എനിക്കറിയാത്ത ഒരുപാട് കൊലപാതകങ്ങൾ ക്യാമ്പസുകളിൽ പൊലിഞ്ഞ ജീവനുകളുണ്ട്. പാവം പിടിച്ച ഇതുപോലെ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ച് വളർത്തിയ അമ്മമാരുടെ അച്ഛന്മാരുടെ ഒക്കെ കണ്ണീര് വീണ ഒരുപാട് കഥകൾ നമുക്ക് കേൾക്കാനുണ്ട്. ഈ പറഞ്ഞ പോലെ സുധാകരൻ്റെ അനിയൻ ഉൾപ്പെടെയുള്ളവരുടെ. അപ്പോൾ രാഷ്ട്രീയം അത്തരത്തിലേക്ക് പോകാനുള്ള ഒരു മുൻകരുതൽ കൂടി ഇങ്ങനെ ഈ രാഷ്ട്രീയം കോളേജിലേക്ക് തിരിച്ചു വരുമ്പോൾ എടുക്കണം എന്നതിൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. കാരണം നമ്മളൊക്കെ കുഞ്ഞുങ്ങളെ കോളേജിലേക്ക് വിടുമ്പോൾ അവർ പഠിച്ച് നല്ലൊരു നിലയിലെത്തണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ്. അല്ല നീ നാളെ എൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വാ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് വാ എന്ന് പറഞ്ഞിട്ടല്ല ഒരു പേരൻസും വിടുന്നത്. പക്ഷേ അങ്ങനെ എനിക്ക് ഈ പാർട്ടിയുടെ ഇവിടം വരെ എത്താൻ സാധിച്ചുള്ളൂ, പക്ഷെ നീ ഈ സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി ആവണം എന്ന് പറഞ്ഞ് ഈ നേതാക്കന്മാരാരും അവരുടെ മക്കളെ മുമ്പിലേക്ക് ഇറക്കി വിടുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ പറഞ്ഞ പോലെ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഒരു മകൻ മാത്രമേ ഉള്ളൂ. ഇപ്പം ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ചർച്ചകൾ ന്യൂസിനകത്ത് കാണുന്നു, അദ്ദേഹത്തിൻ്റെ മെമ്പർഷിപ്പ് പുതുക്കാൻ പോലും പാർട്ടിക്കാർ തയ്യാറാകുന്നില്ല, അതുകൊണ്ട് അദ്ദേഹം പാർട്ടി ചേർന്നു എന്നൊക്കെ ഒരു കഴിഞ്ഞ ദിവസം ട്രോളൊക്കെ കണ്ടു. അപ്പം അങ്ങനെ തുച്ഛല്ലാതെ എത്ര പേരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും? എത്ര പേരെ ഇതുപോലെ എൻ്റെ മകൻ എനിക്ക് ഇത്ര പറ്റുള്ളൂ, എനിക്ക് ഇവിടം വരെ, അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ഇന്നൊരു മെമ്പർ ആവാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു കമ്മിറ്റി ഓഫീസിലെ ഒരു ഇതാവാനേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മകൻ പക്ഷേങ്കിൽ അങ്ങനെയല്ല. രാഷ്ട്രീയം കളിക്കണം, നന്നായിട്ട് പ്രവർത്തിക്കണം, നീ അടികൊള്ളേണ്ടടുത്ത് അടികൊള്ളണം, തല്ലേണ്ടടുത്ത് തല്ലണം, നീ നേതൃത്വ നിലയിലേക്ക് വരണം, നീ മുഖ്യമന്ത്രിയാണോ അല്ലെങ്കിൽ മന്ത്രിയാണോ എന്ന് പറയുന്ന എത്ര പേര് ഇക്കൂട്ടത്തിലുണ്ട്. വളരെ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. സ്വന്തം മക്കളെക്കുറിച്ച് എന്തൊരു കരുതലാണ് അവർക്ക് രണ്ടുപേർക്കും. അവർ പറയുന്നു അവരുടെ സമയം, എനിക്ക് അച്ഛനും അമ്മയുടെ കൂടെ ഇരിക്കാൻ ഞങ്ങൾക്ക് സമയം വേണം, ആ സമയം കൃത്യമായി അവർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു, അവർ പറയുന്ന വലിയ പക്ഷേ എനിക്ക് അതിനകത്ത് രസകരമായിട്ട് തോന്നിയത്, ഒരിക്കൽ പോലും ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളെക്കുറിച്ച്, ഇപ്പം എൻ്റെ മക്കളെക്കുറിച്ചാണെങ്കിൽ ചോദിക്കുമ്പോൾ എവിടെയാണ് അവർ പഠിക്കുന്നതെന്നായിരിക്കും അടുത്ത ചോദ്യം, അവരെന്താ പഠിക്കുന്നതെന്നായിരിക്കും അടുത്ത ചോദ്യം. പക്ഷേ ഇങ്ങനെ ഒരു ചോദ്യം ആ ഇൻ്റർവ്യൂവിൽ എവിടെയും ഉണ്ടായില്ല. മനസ്സിലായോ? ഒരിടത്ത് പോലും നിങ്ങളുടെ കുട്ടികൾ എവിടെയാണ്, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നൊരു ചോദ്യം ആ ഇൻ്റർവ്യൂ നടത്തിയ ആളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ ആ ഇൻ്റർവ്യൂ മുഴുവൻ കാണാനുള്ള കാര്യവും ഈ കുട്ടികളെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അവരെവിടെയാണ് പഠിക്കുന്നതെന്നും എന്താണ് പഠിക്കുന്നതെന്നും അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണ് ഞാൻ ആ ഇൻ്റർവ്യൂ മുഴുവൻ സത്യം പറഞ്ഞാൽ കുത്തിയിരുന്ന് കണ്ടത്. അല്ല അതിൻ്റെ വലിയ മഹിമ കൊണ്ടൊന്നും അല്ല. പക്ഷേ അവർ പറഞ്ഞ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ എന്നെ വല്ലാതെ അലർട്ടി. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ഇറങ്ങി പിള്ളേരെ നെഞ്ചും വിരിച്ച് നിൽക്കുകയാണ് അടിക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം ARM നിങ്ങൾ അടിക്കാൻ വാ എന്ന് വെല്ലുവിളിക്കുന്നത് കണ്ടു. അത് കേട്ടിട്ട് കുറേ പിള്ളേർ അടിച്ചാൽ ഇവരുടെയൊക്കെ വീട് എവിടെയാണെന്നും അമ്പിളിയമ്മാവൻ്റെ അടുത്താണെന്നും ഒക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യുന്ന. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ആലോചിക്കേണ്ടവരും ഈ ഒരു കേസൊക്കെ, ഒരു സീരിയസ് ഇഷ്യൂസോ കേസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്കൊന്നും നല്ലൊരു ജോലിക്ക് പോലും, അല്ലെങ്കിൽ ഒന്ന് വിദേശത്ത് പോയി പഠിക്കണം, അല്ലെങ്കിൽ ജോലി മേടിക്കണം അങ്ങനെ ഒരു സ്വപ്നങ്ങളുള്ളവരാണെങ്കിൽ അതൊന്നും പോലും നടക്കാത്തടത്തേക്കാണ് ഇവർ ഈ തള്ളിവിടുന്നത്. കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടിയുടെ വിനോദ് വിൻസൻ, പുള്ളിയുടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ മിക്കവാറും പുള്ളിയുടെ വീഡിയോസ് എല്ലാം കാണാറുള്ളതാണ്. പക്ഷേ പുള്ളി ആഹ്വാനം ചെയ്യുകയാണ്, കുട്ടികളെ നിങ്ങൾ ഇറങ്ങത്തില്ല, രാജ്യദ്രോഹികളായിട്ട് നിങ്ങളെ ജയിലിൽ അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയാണ് എന്നൊക്കെ അറിയാം, പക്ഷേ എന്നാലും നിങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്
പ്രതിഷേധം വേണം, പ്രതീകാത്മകമായ പ്രതിഷേധങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. നമ്മുടെ ഭാവിക്കും നമ്മുടെ ജീവനും ഒക്കെ ആപത്തായിട്ട് നിൽക്കുന്ന രീതിയിൽ അടിയും തൊഴിയും ഒക്കെ കൊണ്ട് ഈ പെൺപിള്ളേരൊക്കെ സത്യം എന്തിനാണ് ഇപ്പോൾ ഈ അടിയും തൊഴിയും കൊള്ളുന്നതെന്നൊക്കെ എനിക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നും. നടുവിനൊക്കെ ഇട്ടൊക്കെ ഒരു അടി കൊണ്ടുകഴിഞ്ഞാൽ ഇവരൊക്കെ എത്ര കാലം ജീവിക്കേണ്ടതാണ്, എന്തൊക്കെ ഇനി നമ്മൾ മുമ്പോട്ട് പോകേണ്ടതല്ലേ എന്ന് ആലോചിച്ച് നോക്കി, ആണാണേലും പെണ്ണാണേലും. അപ്പം ഇങ്ങനെയൊക്കെ നേതാക്കന്മാർ പറയുമ്പം അവരുടെ കുഞ്ഞുങ്ങൾ എവിടെയാണെന്ന് ഇരിക്കുന്നത് നിങ്ങൾ ഒരു നിമിഷം ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് കുട്ടികളോടാണ് പറയാനുള്ളത്. അല്ലാതെ അവർ പറയുന്നത് കേട്ട് ആവേശം മൂത്തിട്ട് എടുത്ത് ചാടിയിട്ട് അവസാനം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പം രാഷ്ട്രീയം, എല്ലാവർക്കും രാഷ്ട്രീയം, അവനവൻ്റെ രാഷ്ട്രീയം, അതായത് സ്വന്തം കോളേജിൽ ഒരാൾ ചെയർമാൻ ആരാവണമെന്നും അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ആരാവണമെന്നും ഒക്കെ വോട്ട് ചെയ്യാനും ഒക്കെയുള്ള അവകാശം നമുക്കുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ തെരുവിലേക്ക് അടികൊള്ളാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ ഓർക്കണം, ഈ തെരുവിലേക്ക് ഇറക്കി വിടുന്നവരുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്. അവരെ എങ്ങനെയാണ് ഇരിക്കുന്നത്? അവരൊക്കെ അന്നേരം പട്ടുമത്തയിൽ ഇരുന്ന് ടി വി കാണുകയോ പോപ്കോൺ കഴിച്ചുകൊണ്ട് ടി വി കാണുകയും അല്ലെങ്കിൽ രാവിലെ വീട്ടുമുറ്റത്ത് വരുന്ന ബസ്സിൽ കയറി അവർ സുരക്ഷിതമായി സ്കൂളിൽ പോകുന്നവരും ഒക്കെയാണ്. നിങ്ങൾ ചിന്തിക്കാതെ പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ സമരമുഖറകളും സമരത്തിലെ ആഹ്വാനങ്ങളും സമരവീര്യം കാണിക്കലും ഒക്കെ ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണോ പൊത്തിപ്പൊതിഞ്ഞ് സുരക്ഷിതമായിട്ട്, അതായത് എൻ്റെയും എൻ്റെ ഭാര്യയുടെയും കാലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം കയറി ചെല്ലാവുന്ന ഒരിടം AKG സെൻ്റർ ആണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ KPCC ഓഫീസാണെന്ന് ആയിക്കോട്ടെ, അല്ലെങ്കിൽ BJPയുടെ ഓഫീസും ആയിക്കോട്ടെ, പക്ഷെ അവരുടെയൊക്കെ മക്കൾ എവിടെയാണെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പം അത്രയും കാലം ഞങ്ങൾ ജീവിച്ചിരിക്കോളം നിങ്ങൾ ആ ഭാഗത്തേക്ക് പോകാനേ പാടില്ല എന്നൊരു സന്ദേശമാണ് എനിക്കതിൽ നിന്നും മനസ്സിലായത്. ഈ പറഞ്ഞ പിണറായി വിജയൻ്റെ ചെറുമകൻ്റെ കാര്യം ഉൾപ്പെടെയാണ് ഞാൻ ഈ പറയുന്നത്. BJPക്കാരുടെ കാര്യം ഇതൊക്കെ തന്നെയായിരിക്കും. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ മോഹൻപെട്ട് പഠിക്കുന്നതൊക്കെ അവരൊക്കെ ഹൈഫൈ സ്കൂളുകളും കോളേജുകളിലും ഒക്കെ ആയിരിക്കും പഠിക്കുന്നത്. അപ്പം ആഹ്വാനം ചെയ്യുമ്പം നിങ്ങൾ ചിന്തിക്കണ്ട, ഇറങ്ങി പുറപ്പെടാൻ വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കണം അവരുടെ മക്കൾ എവിടെയാണെന്ന്. അല്ലെങ്കിൽ ഇതുപോലെ ഈ മെമ്പർ ചെയ്യുന്ന ഓരോ വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവർ ചോദിച്ച പോലെ വിരൽ ചൂണ്ടി ചോദിക്കാനുള്ള ആ ഒരു ആർജവം കൂടി നിങ്ങൾക്കുണ്ടാവണം. നിങ്ങളുടെ മക്കൾ എവിടെയാണ്, നിങ്ങളുടെ മക്കൾ ഇക്കൂട്ടത്തിൽ ഉണ്ടോ എന്നുണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കണം. അത് ചോദിക്കാനുള്ള ആർജവം കൂടി ഉണ്ടാവണം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട, സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ. അതേപോലെ തന്നെ ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യാം. എനിക്കിഷ്ടമുള്ള വിഷയങ്ങളാണ്, എനിക്ക് സംസാരിക്കാൻ അറിയുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതിനകത്ത് വേറെ ആർക്കും പങ്കില്ല.